I greet you all in the blessed name of our Lord and Savior Jesus Christ. This night time, God has given us this great opportunity as we have started the 40th PCNAC conference. I am so glad to be standing here this evening, this night time. Especially thank Pastor Titus, who is the chairman of today's meeting, and also the entire executive team who is working with Pastor George K. Stephenson. Especially, I want to bring greetings from Sharon Fellowship Churches of North America, from all the churches, pastors, believers in United States and in Canada. I represent them, and I just want to give my greetings on behalf of that organization too. As I got the instruction tonight, as this is the first message of this conference, I just want to share something which the Lord has put in my heart to share here. കർത്താവിൻ്റെ ഉള്ളിൽ നിയോഗം തന്ന ഒരു ആലോചന, ചെറിയൊരു ആലോചന നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് I want to take a moment to thank countless number of people. Many of you may not know or may not understand, but in the year 2021, I was stuck with a deadly disease. മരണകരമായ ഒരു രോഗത്തിൽ കൂടെ ഞാൻ 2021 കടന്നുപോയി. എസ്പെഷ്യലി ജൂലൈ വാസ് ദ മന്ത്. ദിസ് മന്ത് മാർക്സ് 5 years. ആ സമയത്ത് നോർത്ത് അമേരിക്കയിലുള്ള പെൻറ്റക്കോസ്റ്റൽ ചർച്ചസിൽ മിക്കവാറും ചർച്ചുകളിൽ നിങ്ങൾക്ക് പലരും എന്നെ അറിയത്തില്ല, പക്ഷെ നിങ്ങൾ എൻ്റെ പേര് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച അനേക ദൈവമക്കളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ പല വേദിയിൽ പറയുന്ന പോലെ ഒന്നും കൂടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. I am a answer to your prayers. What I want to say, I'm not going to get into the testimony, but one thing I just want to say from that entire experience is that ഞാൻ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എൻ്റെ ഡയഗ്നോസിസ് വന്ന രാത്രിയിൽ എൻ്റെ മുറിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, the presence of God which came down in my room, ആ പ്രസൻസിൽ ദൈവവുമായിട്ട് നടന്ന ഒരു കോൺവെർസേഷൻ്റെ ഒരു കാതലായ വിഷയം പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാതലായ വിഷയം ഇത്രയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞത്, യു ക്യാൻ ബി റിപ്ലേസ്ഡ് ഫ്രം എനി പ്ലേസ്. നിന്നെ ഏത് നിന്നും നിന്നെ മാറ്റിക്കളയാൻ പറ്റും. If you are replaced a pastor, your church will get a new pastor. If you are replaced from any position you have, നിനക്കുള്ള ഏത് സ്ഥലത്തുനിന്നും മാറ്റിയാൽ വേറെ ആളിനെ കിട്ടും. But there is one place from where no one can replace you. നിന്നെ ഒരു സ്ഥലത്തുനിന്ന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അതെന്താണെന്നറിയാമോ? വേറെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ പർപ്പസ്, God's purpose for your life. And this is what God spoke to me that night. You may think that you are needed by many people, but when your life in this world is over, നിനക്കൊരു പക്ഷേ തോന്നിയേക്കാം നിന്നെ കൊണ്ട് പലർക്കും ആവശ്യമുണ്ട്. പക്ഷേ നീ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നീ ഒരു മെമ്മറിയായി നിന്നെ പലരും റിപ്ലേസ് ചെയ്യുവാൻ സാധ്യതയുള്ളപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, who really needs you? And the word of the Lord to me, ദൈവത്തിൻ്റെ വചനം എന്നോട് അന്ന് രാത്രിയിൽ ഇടപെട്ടത് ഇതാണ്, hallelujah, more than anyone else I need you, and unless and until I am not done with my purpose for you on the face I will sustain you. ആരിലുപരിയായി എനിക്കും നിന്നെ ആവശ്യമുണ്ട്. ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങളും ഉദ്ദേശങ്ങളും അവസാനിക്കുന്നിടം വരെ നിന്നെ ഈ ഭൂമിയിൽ നിലനിർത്താൻ ഞാൻ ശക്തനാണ്. ഞാനിത് ഇന്ന് രാത്രി ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നി ആരെങ്കിലും ഈ കോൺഫറൻസിൽ ഇവിടെ ഹാളിലോ അല്ലെങ്കിൽ ലൈവായിട്ട് കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ആർക്കും മാറ്റിക്കളയാൻ കഴിഞ്ഞാലും നിന്നെ മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ, it is the purpose of your God. ദൈവത്തിൻ്റെ നിവർത്തിയാകുന്നിടം വരെ നിന്നെ ദൈവം പോറ്റി പുലർത്തും. നമ്മുടെ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസന്റെ ടെസ്റ്റിമണി നമ്മൾ കേട്ടല്ലോ. 2024 he didn't think, but it was in the plan of God that he would inaugurate this conference here. That's the reason why he is alive. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം നിവർത്തിയാക്കും. I want to quickly come to the word because I have been given a word from the Lord. Pastor gave me the total liberty to share what as the Lord leads. I want to just our theme is from generations to generations. I'm not going to get to that verse, but before that, let me remind you one verse before I get to the key verse I want to read.
In Judges chapter 2 verses 10, there is a verse which has broken my heart. എൻ്റെ ഹൃദയത്തെ തകർത്ത ഒരു വചനം ന്യായാധിപന്മാർ പുസ്തകം 2:10 വാക്യത്തിൽ കിടപ്പുണ്ട്. A whole generation was also gathered to their ancestors. After them another generation rose up who did not know the Lord or the works he has done for Israel. യോശുവയ്ക്ക് ശേഷം ഒരു തലമുറ വന്നു. ആ തലമുറ ദൈവത്തിൻ്റെ പ്രവർത്തികളെ പറ്റിയോ ദൈവം ചെയ്തതിനെ പറ്റിയോ ഒന്നും മനസ്സിലാക്കാത്ത ഒരു തലമുറ യോശുവയ്ക്ക് ശേഷം വന്നതായി തിരുവചനത്തിൽ കാണുന്നു. ഇന്ന് രാത്രിയിൽ അതവിടെ നിൽക്കട്ടെ. Where I want to bring your attention is to the book of Second Kings chapter 20. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ചില വാക്യങ്ങൾ വായിച്ചിട്ട് വേഗത്തിൽ within the time I have, I want to share with you what the Lord has put in my heart. I want to read 2 Kings chapter 20 verses 19. It says, Then Hezekiah said to Isaiah, This message you have given me from the Lord is good. For the king was thinking, At least there will be peace and security during my lifetime. അതിന് ഹിസ്കിയാവ് യോശുവയോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു. എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നവൻ പറഞ്ഞു. We need to really understand that what is the message to which this king Hezekiah is responding here. ഏത് സന്ദേശമാണ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഏത് സന്ദേശമാണ്? What was the message? If you read the previous verse 16 to 18, the prophet Isaiah comes to Hezekiah and says, Listen to this message from the Lord. ദൈവത്തിന്റെ ഈ ശബ്ദം കേൾക്കുക. The time is coming when everything in your palace, all the treasures stored up by your ancestors until now will be carried off to Babylon. Nothing will be left, says the Lord. Some of your very own sons will be taken away into exile. They will become eunuchs who will serve in the palace of Babylon's king. ദൂതെന്താണ്? നിന്റെ ഒരു അടുത്തൊരു തലമുറ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിന്റെ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാൻ പോകുകയാണ്. ആലയത്തിലുള്ള സകല വസ്തുക്കളും എടുത്തുകൊണ്ട് പോകാൻ പോകുകയാണ്. ഈ ദൂത് കേട്ടിട്ട് ആരാ പറയാൻ പോകുന്നത്? നല്ല വചനമാണ്. Once I was reading this, this has been something God has been putting in my heart to share as we begin this conference about generations to generations. We have to understand, in Olympics, one of the most exciting event is 4x100 relay race. What happens is some of us think that in relay race, or relay race, the teams only practice running fast. There was once a team which had the best runners, still they lost. Because they failed to pass on the baton. When they were about to pass the baton, it fell off. Baton pass ചെയ്യേണ്ട സമയമായപ്പോൾ അവരുടെ റണ്ണേഴ്സ് നന്നായിട്ട് റൺ ചെയ്യുന്നവരായിരുന്നു. പാസ് ചെയ്യേണ്ട സമയം വന്നപ്പോൾ താഴെ പോയി. അങ്ങനെ അവര് തോറ്റുപോയി. Our greatest achievement is not simply running fast. It is handing the gospel and Jesus to the next generation without dropping it. യേശുവിനെയും സുവിശേഷത്തെയും അടുത്തൊരു തലമുറ ഏൽപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഓട്ടത്തിന്റെ വിജയം എന്ന് പറയുന്നതല്ല, നമ്മൾ എത്ര ഓടി എന്നുള്ളത് മാത്രമല്ല. We have to understand these teams practice lot of hours, countless hours passing that baton. അത് അത് കൈമാറാൻ വേണ്ടിയുള്ള ഒത്തിരി അവർ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യും. But one mistake is enough for years of practice to go waste. വർഷങ്ങളുള്ള പരിശ്രമം വെറുതെ പോകാൻ ഒരു നിമിഷം മതി. Here this king, I want to quickly tell you a few things. നിങ്ങൾക്കൊക്കെ അറിയാമെന്നതാണെന്ന് വിശ്വസിക്കുന്നു. His father's name was, who was this king Hezekiah? Where did he come from? I don't have the time to elaborate everything, but let me tell you, he falls in the middle of two generations. His father Ahaz, യഹൂദിയയിലെ ഏറ്റവും ദുഷ്ടത പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു തന്റെ പിതാവ്. ജൂഡാസ് മോസ്റ്റ് വിക്കറ്റ് കിങ്, അങ്ങനെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. He worshipped idols. Even he sacrificed one of his son in fire. And he closed the temple and he promoted pagan worship. അന്യാരാധനകൾ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തി. Now let's talk about his son. His son Manasseh was also one of the wicked kings initially, but he repented towards the end. But Hezekiah stands apart from both the father and his son. Even though his father promoted all idolatry and all these things, Hezekiah chose a completely different path. What was his achievements? തൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? Then I will come to that verse we have read.
First of all, he reopened the temple. അടഞ്ഞു കിടന്ന ദേവാലയത്തെ താൻ തുറന്നു. നാളുകളായി ആലയത്തിൽ ആരാധനയില്ല. തന്റെ അപ്പന്റെ കാലത്ത് പൂട്ടിയിട്ടതെല്ലാം താൻ തുറന്നു. ബ്രേക്ക്. He brought a spiritual reformation. ഒരു വലിയ ആത്മീയ ഉണർവോടെ കൊണ്ടുവന്നു. He removed idolatry completely. He destroyed pagan altars. വിഗ്രഹാരാധനകളെ മാറ്റിക്കളഞ്ഞു. He removed high places. He cut down the Asherah poles. He broke the bronze snake, serpent which Moses had made and people were worshipping. അതിനെല്ലാം മാറ്റിക്കളഞ്ഞു. He brought back the celebration of Passover. He encouraged giving among the people. ജനത്തെ അവൻ ഉത്സാഹിപ്പിച്ചു. ആ വചന ഭാഗങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാകും. And then the Bible says he prospered because he was true, he was upright, he was somebody who sought God. In 2 Chronicles it says Hezekiah did this throughout Judea. He did what was good and upright. നല്ലത് പ്രവർത്തിച്ചു. അവൻ ദേവാലയത്തിൽ ആരാധന തിരികെ കൊണ്ടുവന്നു. എങ്കിലും we have to understand there were two pivotal moments in Hezekiah's life. There were many moments. Let me bring two pivotal moments in the life of Hezekiah. As he was prospering as a king, a big army came to fight against him. ഒരു വലിയ സൈന്യം തനിക്കെതിരെ വന്നു. അന്നേരം എന്താണ് ഹെസക്കിയ ചെയ്തത്? What we read in the Bible is that he got a letter from the enemy. ആ ഓപ്പൺ ലെറ്ററും കൊണ്ട് ദൈവാലയത്തിൽ പോയി ഹെസക്കിയാവ് പ്രാർത്ഥിക്കുകയാണ്. The king Hezekiah is going to the temple with an open letter and he is praying. When he was threatened, Jerusalem was in threat. You know what happened as a result of the prayer? The prophet came and gave him a word, and very next day or the same night it says an angel of God came and struck down 185,000 people. 1,85,000 പേരെ ഒരു രാത്രി കൊണ്ട് ദൂതൻ വന്ന് അടിച്ചു. ഹെസക്കിയ ആലയത്തിലേക്ക് പോയി with an open letter. Let me quickly move forward because I want to come to the key word which God has put in my heart to share. I'm just giving a background so that we will be able to get to that. Number 2 pivotal point. Isaiah comes to him and said, set your house in order. നിന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക because you are going to die. We all remember what he did. He turned his face towards the wall. അല്ലെങ്കിൽ മതിലിന്റെ ഭിത്തിയിലേക്ക് താൻ തന്നെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. As a result, കടന്നുപോയ പ്രവാചകൻ ഇതാ തിരിച്ചു വരുന്ന. Prophet is coming back. So 2 places at least where we see this king understood the power of prayer, because at night രാത്രിയിൽ ദൂതൻ കടന്നു വന്ന് ദൂതൻ 1,85,000 പേരെ അടിക്കുന്നു. താൻ അടുത്തത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കടന്നു പുറത്തോട്ട് പോയ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് he is giving, there is an extension of 15 years. 15 വർഷത്തെ നിനക്ക് എക്സ്റ്റൻഷൻ ലൈഫിൽ കിട്ടുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ച ഹെസക്കിയാവ്, നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ഹെസക്കിയാവ്, Hezekiah king who has experienced all these blessings, somewhere he went wrong. ഒരിടത്ത് തനിക്ക് തെറ്റുപറ്റിപ്പോയി. When you come to 2 Chronicles chapter 32, 2 ദിനവൃത്താന്തം 32 അധ്യായം 25-26 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം. However, because his heart was proud, Hezekiah did not respond according to the benefits that had come to him. So there was wrath on him, Judah and Jerusalem. Then Hezekiah humbled himself for the pride of his heart, he and his inhabitants of Jerusalem. So the Lord's wrath did not come on them during Hezekiah's lifetime. എന്നാൽ തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തക്കവണ്ണം എന്ത് ചെയ്തില്ല? അവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ചോദ്യം ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ചോദിക്കട്ടെ. We all know what happened when he got healing. There was mighty things happening. ബാബിലോണിന് ഒരു എൻവോയെ വിട്ടു, രാജാവ് വിട്ടിട്ട് ഒരു ലെറ്ററും ഒക്കെ കൊടുത്തു വിട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ പുള്ളി വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവിടെയുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യം വായിച്ച ദൂത് ദൈവത്തിന്റെ ദാസനായ യെശയ്യാവിൽ കൂടെ കടന്നു വന്നത്. വാട്ട് ഹാപ്പൻഡ്? ഹീസ് റെസ്പോൺസ്, നമ്മൾ ആ വായിച്ച റെസ്പോൺസ് കാണുമ്പോൾ we understand that he said it is good that during my lifetime everything will be okay. എൻ്റെ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് പോകുമല്ലോ, അത്ര എനിക്ക് മതി. Praise the Lord. Hallelujah. ഞാൻ ചോദിക്കട്ടെ, ദൂതനെ 1,85,000 പേരെ തട്ടാനും 15 വർഷം ലൈഫിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ കിട്ടിയ
ഈ എസെക്കിയാവ് ഒന്നും കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് നെടുമ്പാടെ കരഞ്ഞിരുന്നെങ്കിൽ, if he would have cried, I believe that God would have some mercy. What happens here is, we must understand his pride and lack of discernment in his response resulted in his great prophetical word of destruction for the future generations coming to him. തൻ്റെ ഉള്ളിൽ ഇതൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ, സമാധാനം വന്നപ്പോൾ, സൗഖ്യം കിട്ടിയപ്പോൾ, എക്സ്റ്റൻഷൻ കിട്ടിയപ്പോൾ, എവിടെയോ തൻ്റെ ഉള്ളിൽ അല്പം നിഗളം കയറി വന്നു. It is, somebody said, success often becomes a greater test than suffering. കഷ്ടതയെക്കാട്ടിലും വലിയ ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് കടന്നു വരുന്നത്. Many leaders survive hardships but fail after success. Now, when it comes to us, sometimes we are so focused on our own time. Tonight, the message which God has given to me to give to the PCNAC conference in the first, as we are inaugurating, is have a vision which goes beyond your lifetime and beyond your generation. നിന്റെ തലമുറയേക്കും നിന്റെ ജീവിത കാലഘട്ടത്തിനും അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഒരു ദർശനം നാം ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഏറ്റെടുക്കണം. വരും ദിവസങ്ങളൊക്കെ ശക്തന്മാരായ ദൈവദാസന്മാർ രാവിലെയും വൈകിട്ടും ഒക്കെ ക്ലാസ്സുകളും മെസ്സേജുകളും ഒക്കെ നാം കേൾക്കാൻ പോവുകയാണ്. എന്നാലും മടങ്ങിപ്പോകുന്നതിനും ആദ്യമായിട്ട് ഞാനൊരു ആഹ്വാനം നിങ്ങൾക്ക് നൽകുകയാണ്. Walk out of this place with that vision that whatever I do is going to be something which will last beyond my lifetime. പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുന്ന നമ്മുടെ സുഖത്തിന്. Many times our decisions are like that. We have selfish joy, contentment with peace, that everything will be okay in my lifetime. നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ കെട്ടിപ്പണിതതും ഒക്കെ അടുത്തൊരു തലമുറ അത് മുമ്പോട്ട് പോകണമെങ്കിൽ there is a change needed. Sometimes we are unwilling to take actions. Sometimes we are very flexible when we go on mission trips. നമ്മൾ മറ്റിടത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളാ, പക്ഷേ we are not at all willing to change. This evening, let us not give up. The final call I want to give tonight is this. Community, we are going through a lot of issues, right? Lot of issues. What I say is, നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ അനേക ഇടത്ത് പോകുമ്പോൾ കണ്ണുനീരോടെ അനേക മാതാപിതാക്കൾ പല വിഷയങ്ങളുമായി എനിക്കറിയാം. Lot of people I personally know are coming to this conference because they were really caught with that theme. നമ്മുടെ തീമുമായിട്ട് സ്പർശിക്കപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. Lot of people who are crying for their children because their marriages are not happening. Lot of kids are going through depression, anxiety, different challenges. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, are we just going to let it go, or are we going to go to the temple once more? Are we willing to turn to the wall once more? പ്രതിസന്ധികളെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞിട്ട് എൻ്റെ കാലത്ത് സമാധാനമുണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ പോകുമോ, അതോ ഒരിക്കൽ കൂടെ ദൈവാലയത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇന്നും അത്ഭുതം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആയുസ്സിന് നീട്ടിത്തന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇനിയും ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്നു പോയിട്ടില്ല. Hallelujah. Our next generation is not going to be destroyed. Hallelujah. പിശാച് പലതും hallelujah വെല്ലുവിളിച്ചുകൊണ്ട് പറയുമ്പോൾ എത്ര പേര് ഇന്ന് രാത്രി എഴുന്നേറ്റുകൊണ്ട് പറയും, ഇല്ല, no, I am not going to let it happen. I am going to lead a life. എൻ്റെ ആയുസ് എൻ്റെ ജീവിതത്തിൽ മാത്രം സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു അനുഭവമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് തലമുറയായി കർത്താവ് വരുന്നെങ്കിൽ ഈ സുവിശേഷം യേശുവിനെ കൈമാറുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. രാത്രി എത്ര പേര് പറയും? വിട്ടുകൊടുക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ദേവാലയത്തിലേക്ക് കടന്നു പോകാം. പ്രതിസന്ധികൾ വരുമ്പോൾ ഒന്നും let us turn our face once again, believing that our Lord is going to do mighty things. Hallelujah. നമ്മുടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. That was the mandate which Paul gives to Timothy in 2 Timothy chapter 2 verses 2. These things hand over, entrust to reliable people. Hezekiah decided to be content and peaceful about his own time frame. Paul gives a charge to Timothy to look beyond
his own lifetime, beyond his own faith entrusted, generation after generation. So nothing gets dropped. ഈ ആദ്യത്തെ മെസ്സേജിൽ നിങ്ങൾക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവാത്മാവിന്റെ നിയോഗത്താൽ നൽകുന്ന ഒരാഹ്വാനം, ലെറ്റ്സ് മേക്ക് ഷുവർ ജീസസ് ആൻഡ് ദ ഗോസ്പൽ doesn't get dropped in the middle. Rather, as we saw this evening, നമ്മൾ ഇന്ന് സന്ധ്യാസമയം കണ്ടതുപോലെ, ഹല്ലേലൂയ, തലമുറ തലമുറയായി ഈ വചനം. Let's have a vision. നമുക്കൊരു ദർശനം ഉണ്ടാകട്ടെ. എന്ത് ദർശനമാണ്? That Lord, I will go beyond my lifetime. Jesus and the gospel will go beyond our lifetime. Great leaders do not merely survive their generation, they strengthen the next one. ശ്രേഷ്ഠമായ leaders, they will strengthen the next generation. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. വേദനയോടെ, പ്രയാസത്തോടെ ഈ വചനം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, let us not come to a comfortable attitude like ഹെസക്കിയാവിനെ പോലൊരു ആറ്റിറ്റ്യൂഡിൽ വരാതെ, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു, നീ പ്രവർത്തിച്ചു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ, അങ്ങ് പ്രവർത്തിക്കും. You will do mighty things, Lord. Hallelujah. നമുക്ക് വിശ്വസിക്കാം. As the conference continues, focusing on the practical issues and many things, അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയുടെ ധ്വനി ഉയരട്ടെ. We are not going to let our next generation be destroyed. Hallelujah. Lord, give us grace and mercy that our generations will continue to have Jesus and gospel with them. God bless you and be with you. Thank you.